ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പം നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഉദ്ദേശം എന്തായിരുന്നു ഈ റിലേഷൻഷിപ്പിൽ. അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, മുന്നോട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്തുദ്ദേശമായിരുന്നു എന്നുള്ളത്. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. അവരുടെ നെയിം റിപ്പീറ്റ്ലി മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഉദ്ദേശം? ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിട്ടുള്ളത്. ക്യൂൻ ഓഫ് കപ്സ് ഉണ്ട്, 6 ഓഫ് സോർഡ്സ് ഉണ്ട്, 5 ഓഫ് കപ്സ്. എനിക്കിതിൽ ഹൈ പ്രീസ്റ്റസ് ആണ് നമുക്ക് ആദ്യം കിട്ടിയത്. ഈ ഹൈ പ്രീസ്റ്റസിന് ഒരു ക്ലാരിറ്റി വേണം. സോ അതുകൊണ്ട് ഒരു ടാരോ കാർഡും കൂടി എടുക്കാം. അവരുടെ ഉദ്ദേശം, അവരെന്തുദ്ദേശിച്ചിട്ടാണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. 2 കാർഡാണ് കിട്ടിയത്, മജീഷ്യനും സ്റ്റാർ കാർഡും ആണ്. ഓക്കെ, ഹൈ പ്രീസ്റ്റസ്. നിങ്ങളുടെ പേഴ്സൺ ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളിൽ വളരെയധികം അട്രാക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. മേ ബി നിങ്ങളുടെ ക്യാരക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന ഒരു രീതി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നൊരു കെയറിങ് ആയിരിക്കാം. എന്തോ അവരിൽ ഭയങ്കരമായിട്ടും അട്രാക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഈ ടൈം പാസ് ലവിലേക്ക് അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി കാരണം നമ്മളൊരു റിലേഷൻഷിപ്പിലേക്ക് വന്നു പെടുക, എന്നിട്ട് ആ റിലേഷൻഷിപ്പ് ഭയങ്കര സ്ട്രോങ് ആവുക, അല്ലെങ്കിൽ സീരിയസ് ആയി പോവുക, അങ്ങനെ ഒരു കാര്യമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ അവർ എന്തുദ്ദേശത്തിലാണ് വന്നത് എന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്തുനിന്ന് ഒരു അട്രാക്ഷൻ അവർക്ക് കിട്ടി. മേ ബി ഈ ഒരു കണക്ഷൻ നിങ്ങൾക്കും ഫീൽ ചെയ്തിട്ടുണ്ടാകാം. അവരെ കണ്ടപ്പോൾ ഒരു പ്രത്യേകം ഇഷ്ടം തോന്നുക, അല്ലെങ്കിൽ ഒരിക്കലും തോന്നാത്ത, ആരോടും തോന്നാത്ത ഒരു ഇഷ്ടം അവരുടെ അടുത്ത് തോന്നുക, അങ്ങനെ ഒരു ഫീലിങ്സ് നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാകാം. അപ്പം ആ റീസൺ ആണ് നിങ്ങളെ മീറ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ കണ്ടുമുട്ടി, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത് എന്നുള്ളത് കാണുന്നുണ്ട്. ഹൈ പ്രീസ്റ്റസ് വന്നതുകൊണ്ട് തന്നെ സെൽഫ് ലവ് ചെയ്ത് നടന്നിട്ടുള്ള ആളുകളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പേഴ്സണോ. ഓക്കെ, അതായത് സ്വന്തം കാര്യത്തിനായിരിക്കും ഫസ്റ്റ് പ്രിയോറിറ്റി കൊടുത്ത് വന്നിട്ടുണ്ടാവുക. എന്ത് കാരണങ്ങളുണ്ടെങ്കിലും, റിലേഷൻഷിപ്പ് എന്തുണ്ടെങ്കിലും നിങ്ങൾ കൂടുതലും നിങ്ങൾക്ക് ആയിരിക്കും വാല്യൂ കൊടുത്തിട്ടുണ്ടാവുക. നിങ്ങളുടെ പേഴ്സണും ഇങ്ങനെയുള്ള ഒരാൾ തന്നെ ആയിരുന്നിരിക്കാം. പക്ഷേ എന്താണ്, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നപ്പം, നിങ്ങൾ പരസ്പരം മീറ്റ് ചെയ്തപ്പം ആ ഒരു കാര്യത്തിൽ ചേഞ്ച് വന്നു. ഇപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് നോക്കുമ്പം വാല്യൂ റിലേഷൻഷിപ്പിലായിപ്പോയി, അല്ലെങ്കിൽ കൂടുതൽ ടൈം സ്പെൻഡ് റിലേഷൻഷിപ്പിലായിപ്പോയി എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. തുടക്കം ഒരു ടൈം പാസ് പോലെ അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി പോലെ വന്നിട്ട് പിന്നീട് അതൊരു സീരിയസ് റിലേഷൻഷിപ്പിലേക്ക് പോവുക, അങ്ങനെ ഒരു എനർജിയിലേക്കാണ് പോയിട്ടുള്ളത്. ഓക്കെ, പിന്നെ വന്നിട്ടുള്ളത് സ്റ്റാർ കാർഡാണ്. ഇവർ ലൈഫിൽ പലതും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ അവരുടെ ഒരു ഇൻറ്റൻഷൻ എന്താണ് എന്ന് നോക്കുകയാണെങ്കിൽ അവരെന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, എന്താണ് അവരങ്ങനെ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതൊന്ന് നോക്കാം. നിങ്ങളിൽ ഒരു ഹോപ്പ് കൊടുക്കുക. ആ ഹോപ്പ് എന്താണെന്നുള്ളത് നോക്കാം. കൺഫ്യൂഷൻ്റെ ഒരു കാർഡാണ്, വേൾഡ് കാർഡാണ്. ഓക്കെ, അവരുടെ ലൈഫിൽ ഒരു കംപ്ലീഷൻ കൊടുക്കാൻ, അവരുടെ ലൈഫ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഹോപ്പാണ് അവർ കൊടുക്കുന്നത്. അങ്ങനെ പറയുമ്പം ഇവർ ഭയങ്കരമായിട്ടും ലോ എനർജിയുള്ള ആളുകളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. പെട്ടെന്ന് ബ്ലോക്ക് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ ഫാസ്റ്റായിട്ട് തിങ്ക് ചെയ്തിട്ട് ഡിസിഷൻ എടുക്കുക, ഒരു കൺഫ്യൂഷൻ, എപ്പോഴും കൺഫ്യൂഷൻ അടിക്കുന്ന ഒരാളായിരിക്കാം. അപ്പം ഇവർക്ക് ഒരു സ്റ്റെബിലിറ്റി വേണം, ലൈഫിൽ ഒരു ബാലൻസ് വേണം. അത് നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് അത് ഓക്കെയാണ്. മേ ബി നിങ്ങൾ അങ്ങനെ ഗൈഡൻസ് കൊടുക്കുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ കേട്ടിരിക്കുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ആയിരിക്കാം നിങ്ങൾ അവർക്ക്.
അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ ഒരു പ്രസൻസ് വേണം, അതുകൊണ്ട് നിങ്ങൾ കൂടെ വേണം. ആൻഡ് ഇവിടെ നമുക്ക് സെക്കൻഡ് ക്യൂൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ക്ലാരിറ്റി നോക്കാം. ഒറ്റയ്ക്ക് നിന്നിട്ടുള്ള ഒരാൾക്ക് കൂട്ട് എന്ന് പറയുന്നത് പോലെയാണ് നിങ്ങളെ അവർ സ്വീകരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലേക്ക് വന്നത് എന്നുള്ളത് കാണുന്നു. അവർക്ക് ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒറ്റയ്ക്ക് പോയിക്കൊണ്ടിരുന്ന ഒരാളുടെ ലൈഫിലേക്ക് നിങ്ങൾ കടന്നു വന്നതുപോലെ അവർ കടന്നു വന്നതായിരിക്കാം, പക്ഷേ നിങ്ങൾ കൂട്ടായി പോയത് അങ്ങനെയുള്ളൊരു ആൾക്കാണെന്നുള്ള രീതിയിൽ ജഡ്ജ്മെൻ്റ് ആണ്. നിങ്ങൾ തമ്മിലൊരു സോൾ കണക്ഷൻ നിലനിൽക്കുന്നുണ്ടാകാം. മേ ബി ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ളൊരു അട്രാക്ഷൻ പരസ്പരം തോന്നിയത് ആ സോളുകൾ സെയിം ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ കണക്ഷൻ ഇവിടെ കാണുന്നുണ്ട്. സോ ഒരു ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്. യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചില കടമകളുണ്ട് എന്നുള്ളതാണ്. ഫസ്റ്റ് ഹൈ പ്രീസ്റ്റസ് വന്നതുകൊണ്ട് തന്നെ ലൈഫിൽ സ്റ്റെബിലിറ്റി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു കടമയാണ്. അപ്പോൾ അതായിരിക്കാം യൂണിവേഴ്സായിട്ട് ഒരു കടമ കൊടുത്തിട്ടുണ്ട്, രണ്ട് സോളിനും ഒരു കടമ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പരസ്പരം. അത് നിങ്ങൾക്കൊരു കർമ്മയാണെന്നുള്ള രീതിയിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ വരുന്നത് അങ്ങനെയാണ്. 10 ഓഫ് പെൻഡക്കിൾ ആണ്, ഒരു പൂർത്തീകരണം ലൈഫിൽ കൊടുക്കാനാണ് രണ്ടുപേരുടെയും ഒരു ഇത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേഴ്സൻ്റെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്ന് നോക്കുകയാണെങ്കിൽ സ്റ്റെബിലിറ്റിയാണ്, അവരുടെ ലൈഫിലെ ഒരു സ്റ്റെബിലിറ്റിയാണത്. അത് അവർക്ക് സ്വയം ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കൂടെയുള്ള സമയത്താണ് അവർക്ക് പല ഭാഗ്യങ്ങളും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവുക. ചിലപ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂസ് അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരാളായിരിക്കും നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പം നിങ്ങളായിരിക്കും അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുക ഫിനാൻഷ്യലി. ചില കാര്യങ്ങളിൽ നിന്നും ബ്ലോക്ക് മാറ്റി പുറത്തെടുത്ത് നിങ്ങളായിരിക്കും ഇവരെ കൊണ്ടുവന്നിട്ടുണ്ടാവുക. നിങ്ങൾ കാരണം ഒരുപാട് ബെനിഫിറ്റ്സ് ഇവർക്ക് ഉണ്ടായിട്ടുണ്ടാകും നിങ്ങളുടെ വ്യക്തിക്ക്. അപ്പം നിങ്ങളുടെ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം നിങ്ങളെ കൊണ്ടുള്ള ഉപയോഗം എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളത് അറിയാം. അപ്പം ഒരു സ്റ്റെബിലിറ്റിയാണ് മെയിൻലി ഇവരുടെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. അത് ഇവരായിട്ട് ആഗ്രഹിക്കുന്നതല്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി നിങ്ങൾ യൂണിവേഴ്സ് കൊടുത്തേക്കുന്ന ഒരു കടമ എന്ന് പറയുന്നത് അത് തന്നെയാണ്, ലൈഫിലെ സ്റ്റെബിലിറ്റി കൊടുക്കുക എന്നുള്ളത്. ഒരു കംപ്ലീഷൻ കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ലൈഫാണ്. ചിലപ്പോൾ തമ്മിലുള്ള മാരേജ് ആയിരിക്കും, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത് ഒരു തളർന്നിരിക്കുന്ന ഒരാളെ നല്ല രീതിക്ക് എത്തിക്കുന്നത് മെൻ്റലി ആയിരിക്കും, ഇമോഷണലി, എല്ലാ തരത്തിലും. ഓക്കെ. ആൻഡ് നമുക്ക് കിട്ടിയത് 5 ഓഫ് കപ്സും അതുപോലെ 6 ഓഫ് സോഡ്സും ആണ്. ഒറ്റയ്ക്ക് പോയിക്കൊണ്ടിരുന്ന ഒരാൾ, അല്ലെങ്കിൽ കൂടെ തേർഡ് പാർട്ടീസ് ഉണ്ടായിട്ടും ഒറ്റയ്ക്കാണ് അവർക്ക് എപ്പോഴും എലോൺ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഉണ്ടായിരുന്ന അവർക്ക് കൂട്ടായിരുന്നു, അതായിരുന്നു, ജെനുവനാണ്. ഓക്കെ. ചതിക്കണം എന്ന് കരുതി ഒരിക്കലും വന്നിട്ടുള്ള ഒരു വ്യക്തിയായിട്ടല്ല ഇവിടെ കാണിക്കുന്നത്. നിങ്ങളെ കൊണ്ട് വേറെ എന്തെങ്കിലും ദുരുദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ടും അല്ല ഇവിടെ കാണുന്നത്. ഒറ്റയ്ക്ക് ഇതുപോലെ ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരാൾക്ക് നല്ല പോസിറ്റീവായിട്ട് ഒരു സപ്പോർട്ടായിട്ട് നിങ്ങളെ തോന്നിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ആ തുടക്കത്തെ ഞാൻ പറഞ്ഞല്ലോ ടൈം പാസ് ആയിട്ട്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിയിൽ തുടങ്ങിയിട്ട് അവസാനം അതൊരു സീരിയസിലേക്ക് വന്നിട്ടുള്ള ഒരു ബന്ധമായിട്ട്. ഓക്കെ. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ ഉണ്ട്. തേർഡ് പാർട്ടിയുടെ കൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങളുടെ എൻട്രി എന്ന് പറയുന്നത്. പക്ഷെ ആ മൂവ് ചെയ്യുന്നത് മനസ്സോടെ ആയിരുന്നു അവർ പോയിക്കൊണ്ടിരുന്നത്. കാരണം അവർക്ക് സ്നേഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിലും അവർ വിചാരിക്കുന്ന ഒരു ലൈഫല്ല ഉണ്ടായിരുന്നത്. അത് നിങ്ങൾ വന്നതിന് ശേഷമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഒരേ ഒരു കാർഡും കൂടി എടുക്കാം. എന്തായിരുന്നു നിങ്ങളുടെ പേഴ്സൺ ഇനി ഉദ്ദേശിക്കുന്നത്, റിലേഷൻഷിപ്പിൽ ഇനി ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത്. എംപ്രസ് ആണ്, ഇതൊരു മദർ എനർജി ആണ്. ആൻഡ് അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെ കാർഡാണ്. ഇപ്പോഴും അവർ ഇനി എന്താ അങ്ങോട്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ്, ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻ്റ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇതൊരു മദർ കാർഡ് ആയതുകൊണ്ട് തന്നെ പ്രഗ്നൻ്റ് ലേഡീസിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാർഡാണ്. ഒരു മദർ ആവുക, ഫാദർ ആവുക എന്നൊക്കെയുള്ള രീതിയിൽ. അത് അവരുടെ ഉദ്ദേശം, നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത് എടുക്കുക. അപ്പം അതും അവരുടെ ഉദ്ദേശമായിട്ട് തന്നെയാണ് കാണുന്നത്. ഒരു തലമുറ ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ. ആൻഡ് അതേപോലെ തന്നെ ഒരു കമ്മിറ്റ്മെൻറ്റ്, സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ്, ഒരു ഭയങ്കര സ്നേഹത്തോടെയുള്ള, ഫിസിക്കലി എന്നൊക്കെ പറയാം, ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് അത് അവർ ഉദ്ദേശിക്കുന്നുണ്ട് ഇനി അങ്ങോട്ട്. അതായത് സ്നേഹത്തോടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇതിൻ്റെ സൈഡിൽ കൂടെ കാണിക്കുന്നത് തന്നെ ഒഴുകുന്നൊരു പുഴയാണ് കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ അൺകണ്ടീഷണലായി ലവ് ചെയ്ത് കമ്മിറ്റ്മെൻ്റ് ആണ് അവർ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ.
റിയലായിട്ടും വിചാരിക്കുന്നത്. പ്രോബ്ലംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് എൻഡ് ആകണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടാവാം. കാരണം ഈ ഒരു എനർജി എല്ലാം എടുത്ത് നോക്കുമ്പോഴും ഈ പേഴ്സണ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് അവരുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു അച്ചീവ്മെൻറ്റ് അല്ലെങ്കിൽ അവർക്ക് സക്സസ് കിട്ടാനുള്ള മെയിൻ കാരണം അവരിങ്ങനെ ഒരു പോസിറ്റീവിലേക്കൊക്കെ വന്നിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അതിൻ്റെ റീസൺ നിങ്ങളാണ് എന്നുള്ളത് അവരിപ്പം റിയലൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സീരിയസ് ആയി പോയി. അങ്ങനെ സീരിയസ് ആക്കണം എന്ന് വിചാരിച്ച് വന്നതല്ല, പക്ഷെ സീരിയസ് ആയിപ്പോയി. ദുരുദ്ദേശമുണ്ടോ എന്ന് ചോദിച്ചാൽ ദുരുദ്ദേശം ഇവിടെ കാണുന്നില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള ഇന്നത്തെ റീഡിങ് ഇതാണ്. റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.